ദൈവമേ 4 മണിയാ. സുമ പുഴക്കടവിൽ അലക്കാൻ പറ്റുന്ന സമയമാണ്. പുഴക്കടവിൽ കുളിക്കാൻ വരും സുമ പങ്കിളി, നിന്റെ ബാലഗോപാലൻ ഞാൻ എണ്ണ തെച്ച് വരുന്നുണ്ടീ. നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ പുഴക്കടവിലേക്ക് കുളിക്കാൻ പോണതിനാ. നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും കുളിച്ചില്ലേ? നിനക്ക് പുഴ എന്താണെന്ന് അറിയാം? ഇല്ല. പ്രകൃതിയുടെ വരദാനമാണ് പുഴ. ആ പുഴയിലൂടെ ഒഴുകിവരുന്ന ശുദ്ധമായ ജലവും ആ പുഴയുടെ തീരത്ത് പ്രകൃതി രമണീയമായി പച്ചപൊതിച്ചു നിൽക്കുന്ന പുൽത്തകിടുകളും അതിനിടയിൽ നിന്ന് എത്തി നോക്കി കാറ്റത്ത് തലയാട്ടുന്ന ചെമ്പിലകളും അതിനടിയിൽ മാക്രോ മാക്രോ എന്ന് താളത്തിൽ കരയുന്ന തവളകളെയും നോക്കി പുഴയിലേക്ക് എടുത്തു ചാടി നീന്തി തുടിച്ച് കുളിച്ചു കയറി വരുമ്പോൾ ഒരു സുഖം ഈ പൈപ്പിൻചോട്ടിൽ കുളിച്ച കിട്ടോടി. അത്രയ്ക്ക് പ്രകൃതി രമണീയാണോ നിങ്ങളുടെ പുഴക്കടവ്? അതിന് പ്രകൃതിയെ പറ്റി നിനക്ക് എന്തറിയാം? അതിന്റെ ഭംഗിയെ പറ്റി സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതെന്താ നകുലൻ ഗംഗയോട് പറയുന്നത് പോലെ ഒരു പോകണ്ട. സുമ ഇന്നു മുതലേ പുഴക്കടവിലെ ഈ സമയത്തുള്ള അലക്ക് നിർത്തി. ഇന്നലെ വീട്ടിലെ വാഷിംഗ് മെഷീൻ മേടിച്ചു.